അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ലെജിസ്ലേറ്റീവ് പവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആണ് നോക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ലെജിസ്ലേറ്റീവ് പവറിലുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് പറഞ്ഞു പോയിട്ട് പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് പവർ പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ നോക്കണം. കാരണം അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. 245 എന്താ പറയുന്നത്, എക്സ്റ്റെന്റ് ഓഫ് ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് ഓഫ് സ്റ്റേറ്റ്. ഇത് നമ്മൾ കണ്ടു. മറ്റേ ടെറിറ്റോറിയൽ എക്സ്റ്റെന്റ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടു. 246 ലിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് ലോഡ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. 246 സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. 247 പവർ ഓഫ് പാർലമെന്റ് ടു പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സർട്ടൻ അഡീഷണൽ കോഡ്സ് നിർമ്മിക്കുന്നതിനുള്ള പാർലമെന്റിന്റെ പവർ ആണ് പറയുന്നത്. 248 റെസിഡ്യൂ പവറിനെ പറ്റി പറയുമ്പോൾ 249 പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ ഇൻട്രസ്റ്റ് കേസിൽ പാർലമെന്റിന് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിയമം നിർണ്ണയിക്കുന്നതിനുള്ള കേസ്. 250 പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 251 ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 249, 250 ആൻഡ് ലോസ് മെയ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ഓക്കെ. 252 പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് ഫോർ 2 or more സ്റ്റേറ്റ് ബൈ കൺസെന്റ് അഡോപ്ഷൻ ഓഫ് സച്ച് ലെജിസ്ലേഷൻ ബൈ എനി അതർ സ്റ്റേറ്റ്. 253 നോക്കിക്കഴിഞ്ഞാൽ ലെജിസ്ലേഷൻ ഫോർ ഗീവിംഗ് എഫക്റ്റീവ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 254 ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ലെജിസ്ലേറ്റർ ഓഫ് സ്റ്റേറ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് ആസ് ടു റെക്കമെൻഡേഷൻ ആൻഡ് പ്രീവിയസ് സാങ്ഷൻ ടു റിഗാർഡഡ് ആസ് ദ മാറ്റേഴ്സ് പ്രൊസീജിയേഴ്സ് ഓൺലി. ഇതെല്ലാം തന്നെ ഇങ്ങനെ ആർട്ടിക്കിൾ പറയാതെ മാറ്റർ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് റിലേഷൻ നോക്കിയാൽ മതി. ഇനി ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ നിയമം നിർമ്മിച്ചു, ഇതിന് എക്സിക്യൂട്ട് ചെയ്യണം. ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ. 256 തൊട്ട് 263 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിനകത്ത് വരുന്ന. പാർട്ട് 11 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാർലമെന്റ്. ഓക്കെ. സെന്ററിന്റെ കേസിൽ പാർലമെന്റ് നിയമം നിർമ്മിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സെന്റർ ആണ്. ഓക്കെ. പാർലമെന്റ് നിയമിക്കുന്ന നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? സെന്റർ ആണ്. ഇനി ഇത് യൂണിയൻ ലിസ്റ്റ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കേസിലോ? സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കേസിൽ നിയമം നിർമ്മിക്കുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാ? സെന്റർ ആണ്. സോറി, സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് നിയമം നിർമ്മിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ആണ്. ഇനി കൺകറന്റ് ലിസ്റ്റിലുള്ള കേസിൽ ബൈ ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാർലമെന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് നിയമം നിർമ്മിക്കാം, പക്ഷെ ബൈ ഡിഫോൾട്ട്, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു PPT ഉണ്ടാക്കുകയാണ്, അപ്പോ അതിനകത്ത് ബൈ ഡിഫോൾട്ട് ഒരു ഫോണ്ട് സൈസ് കാണും, ഒരു ഫോണ്ട് സൈസും കാണും, ഫോണ്ട് സ്റ്റൈലും കാണും. അതുപോലെ തന്നെ ബൈ ഡിഫോൾട്ട് ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ആൾക്കാർ സ്റ്റേറ്റിനാണ് വരുന്നത്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ നോക്കുന്നത്. ഇനി ഈ എക്സിക്യൂട്ടീവ് പവറിൽ നോക്കിക്കഴിഞ്ഞാൽ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവരി സ്റ്റേറ്റ് ടു ബി എക്സസൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ്. ഓക്കെ. ഈ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള കേസാണ് പറയുന്നത്. as to ensure compliance with the laws made by parliament in any existing law which apply to the state. അതായത് ഇപ്പൊ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമം ഉണ്ടാകും ചിലപ്പോൾ ചില പർട്ടിക്കുലർ സ്റ്റേറ്റിൽ, അതിനെ കംപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല.
എന്നാണ് ഈ ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ as not to impede, prejudice the exercise of executive power of center in state. അതായത് ഈ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെന്റർ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിയമം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് സെന്ററിനെ തടസ്സം ചെയ്യാൻ പാടില്ല. ഓക്കെ. as not to impede or prejudice the exercise of executive power of center in state. ഇത് ഇത് ആര് ശ്രദ്ധിക്കേണ്ട കേസാണ്? എല്ലാ സ്റ്റേറ്റും ശ്രദ്ധിക്കേണ്ട കേസാണ്. സപ്പോസ് ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, ഇതിന് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആർട്ടിക്കിൾ 365 അനുസരിച്ച് പറയും, എന്ത് പറയും? ഇങ്ങനെ പറയും, says that fail to comply with or any direction given by the state, it will be lawful to president to hold that the situation has been arisen which the government of state cannot be carried on the accordance with the provision of constitution. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്ന ഇതിൽ പടി കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ പ്രസിഡന്റ് പറയാണ്, ഈ പറയുന്ന പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു. ആര്? സ്റ്റേറ്റ് വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനർത്ഥം ഈ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ മ്യൂട്ട് ചെയ്താണ്, കാരണം ഭയങ്കര പുറത്തെ ബഹളം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതാക്കിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 356 അവിടെ പ്രസിഡന്റ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് സെന്റർ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിന് പറ്റണില്ല. അപ്പോൾ പറയും 365 എന്ത് പറയും? പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല? ക്യാരി ഔട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല? പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാക്കുന്നില്ല. അങ്ങനെ 356 അവിടെ എന്ത് ചെയ്യാം? പ്രസിഡന്റ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ സെൻട്രൽ ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ്. ഓക്കെ, സെൻട്രൽ ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, ഇതെല്ലാം നിയമം നടപ്പിലാക്കുന്ന കേസാണ് കേട്ടോ. In addition to the above two cases, center is empowered to give direction to state. ഓക്കെ, അതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് അത് മറ്റു പറയാം. Their executive power in the following matters. Okay, in addition to two cases, the center is empowered to give direction to the state with regard to the exercise of their executive power. The construction and maintenance of means of communication declared to be national or military by state. അതായത് സെന്റർ സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യാണ് ചില പർട്ടിക്കുലർ കേസിൽ. ഒന്നാമത്തെ കേസ് എന്താണ്? കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതെന്താണ്? നാഷണൽ അല്ലെങ്കിൽ മിലിറ്ററി ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കും. രണ്ടാമത്തത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ ലൈനുകളും കാര്യങ്ങളൊക്കെ കാണും. ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റെയിൽവേ വിത്തിൻ ദ സ്റ്റേറ്റ്. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ലിസ്റ്റിലുള്ള സാധനമാണ്. പക്ഷെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഇതിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. The provision adequate facility for the instruction of mother tongue at the primary stage of education children belong to the linguist minority group in the state. അതായത് നമ്മൾ DPSP പറഞ്ഞിട്ടുണ്ടല്ലോ, മദർ ടങ്ങിന്റെ കേസിലുള്ള കേസ്. ആ സംഭവം നടപ്പിലാക്കുന്നതിനൊക്കെ എന്ത് ചെയ്യാം? സെൻട്രൽ സ്റ്റേറ്റിന് ഡയറക്റ്റ് ചെയ്യാം. Okay, the drawing up and execution of specified scheme for the welfare of scheduled tribes in the state. അതായത്
ഈ പറയുന്ന രീതിയിൽ ചില വെൽഫെയർ സ്കീം അതും ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ സ്റ്റേറ്റിൽ അതിന്റെ എക്സിക്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കേസാണ് അടുത്ത വരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ഓക്കെ, ഇനി ആക്ച്വലി ഇത് പറഞ്ഞിട്ട് വേണമായിരുന്നു മറ്റേ പറയാം. ഇനി ചില പെർട്ടിക്കുലർ കേസ് ഉണ്ട്, അതായത് 258 ക്ലോസ് 1 പറയുന്ന കാര്യമുണ്ട്, 258 പറയുന്നുണ്ട്, എയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അക്കോർഡിംഗ്ലി പ്രസിഡന്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എൻട്രസ്റ്റ് ടു ദാറ്റ് ഗവൺമെന്റ് എനി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ദ സെന്റർ. മനസ്സിലായല്ലോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അതായത് 258 ക്ലോസ് 1 ഇങ്ങനെ പറയുവാണ്. ഓക്കെ, പ്രസിഡന്റിന് വിത്ത് ദ കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ലിസ്റ്റിലുള്ള ഒരു സാധനം, ഓക്കെ, യൂണിയൻ ലിസ്റ്റിലുള്ള ഒരു സാധനത്തില് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഇതാക്കാം. മനസ്സിലായില്ലേ? അതായത് പ്രസിഡന്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എൻട്രസ്റ്റ് ടു ദ ഗവൺമെന്റ് എനി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ദ സെന്റർ. അതായത് യൂണിയൻ ലിസ്റ്റിലുള്ള ഒരു ഐറ്റം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, എന്താണ്, യൂണിയൻ ലിസ്റ്റിലുള്ള ഒരു ഐറ്റം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റോട് കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഗവൺമെന്റ് എന്താ പറയാ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നടത്താനുള്ള ഇത് കിട്ടുവാണ് 258 അനുസരിച്ച്. ഇനി 258 ഇതേ സംഭവം സ്റ്റേറ്റിന്റെ കേസിലുണ്ടാവും. കോൺവേഴ്സ്ലി ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എൻട്രസ്റ്റ് ടു ദാറ്റ് ദ ഗവൺമെന്റ് ഓഫ് എനി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം ഗവർണർ വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുക്കുകയാണ്? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഉൾട്ട. ഇതിപ്പോ ഇവിടെ ഒരു കൺസെന്റ് ഉണ്ട്. ഇനി കൺസെന്റ് ഇല്ലാത്ത കേസിൽ വരുന്നതാണ് ഈ പറയുന്ന 358(2) ആർട്ടിക്കിൾ 358(2) വരുന്നത്, ക്ലോസ് 2 വരുന്നത്. ഇനി കോ ഓപ്പറേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ കോ ഓപ്പറേഷൻ അങ്ങനെ വരുന്ന കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അപ്പൊ 262 ആർട്ടിക്കിൾ 262 അനുസരിച്ച് പാർലമെന്റ് ക്യാൻ പ്രൊവൈഡ് adjudication of any dispute complaint with the respect to the distribution and control of water in the state river valley. അതായത് വാട്ടർ ഡിസ്പ്യൂട്ട്, ഇൻഡർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടിന്റെ ഒക്കെ കേസില് പാർലമെന്റിന് നിയമം ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യാം, അഡ്ജൂഡിക്കേറ്റ് ചെയ്യാം. 262. അടുത്ത നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ്, നോക്കിക്കേ, 263 പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ആൻ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിസ്കസ് ദ സബ്ജക്ട് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കാം. പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിസ്കസ് സബ്ജക്ട് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ്. ഇങ്ങനെ ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്ത് 1990-ലാണ്. ഓക്കെ, അടുത്ത ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ഈസ് ടു ബി ഗീവൻ ത്രൂഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ടു പബ്ലിക് ആക്ട് റെക്കോർഡ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അടുത്ത എന്താ നോക്കിയേ, പാർലമെന്റ് ക്യാൻ അപ്പോയിന്റ് ആൻ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ടു ക്യാരി ഔട്ട് പർപ്പസ് ഓഫ് the constitutional provision relating to the interstate freedom and trade, commerce and intercourse. അതായത് പാർലമെന്റിന് ഒരു സ്പെഷ്യൽ അതോറിറ്റി ഏത് മാറ്ററില്, ട്രേഡ്, കമേഴ്സ്, ഇന്റർകോഴ്സ് ഇതിനുള്ള ഇതില് അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ഇതുവരെ അങ്ങനൊരു അതോറിറ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഇതാണ് വരുന്നത്. ഇനി ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ഈ പറയുന്ന നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കേസിലാണ് വരുന്നത്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ IAS, IPS, IFS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ ആ സാധനം. ഇതിന്റെ സർവീസസ് ആക്ച്വലി സെൻട്രലും സ്റ്റേറ്റും കൂടി ജോയിന്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്.
ആക്ച്വലി ഇതിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ, അതിന്റെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇതിലെ ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ആം, എന്താ പറയുക, ആ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ അത് അൾട്ടിമേറ്റ് കൺട്രോൾ സെൻട്രലാണ് ചെയ്യുന്നത്. പക്ഷെ ഡേ ടു ഡേ ഉള്ള പ്രൊസീജിങ് കാര്യങ്ങളൊക്കെ ഏതിനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള. ഈ ഓൾ ഇന്ത്യ സർവീസ് ആക്ച്വലി എന്താണ്, ജോയിന്റ്ലി കൺട്രോൾ ചെയ്യാണ് സെൻട്രൽ സ്റ്റേറ്റ്. അൾട്ടിമേറ്റ് കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കേസിലും ഡേ ടു ഡേ പരിപാടിയൊക്കെ അറിയില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലുമാണ് വരുന്നത്. ഇനി പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറും പക്ഷെ റിമൂവ് ചെയ്യുന്ന ആരാ, പ്രസിഡന്റ്. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ പാർലമെന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. രണ്ടോ അതിലധികം സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുവാണെങ്കിൽ അതിന്റെ ചെയർമാനെയും മെമ്പറിനെയും എല്ലാത്തിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും. Then UPSC can serve needs of a state on the request of state government and with respect to the approval of president. UPSC assists state when requested by two or more states in framing and operating scheme, joint recruitment for any service for with respect to the candidate possessing special qualification required. ഓക്കെ, ഇതൊക്കെയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേസിൽ നമുക്ക് നോക്കാനുള്ള. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് വരുന്നത്. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കേസിലാണ് വരുന്നത്. കാരണം നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അധികം പഠിക്കണ്ട. SSCയുടെ കേസിൽ ഞാൻ ഇടയ്ക്ക് കുറച്ച് 258(1), 258A അതൊക്കെ പറഞ്ഞു. പിന്നെ വാട്ടർ ഡിസ്പ്യൂട്ടിന്റെ കേസ് പറഞ്ഞു. അതൊക്കെ മാത്രം ഓർത്താൽ മതി. ഇനിയിപ്പോ റിലേഷൻ ഡ്യൂറിങ് എമർജൻസിന്റെ ടൈമിൽ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി അണ്ടർ 352 സെന്റർ ബിക്കേം എൻറ്റൈറ്റിൽഡ് ടു ഗിവ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ ടു സ്റ്റേറ്റ് എനി മാറ്റേഴ്സ്. അതായത് 352 വന്നു, നാഷണൽ എമർജൻസിന്റെ ടൈമിൽ എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റിന് എന്ത് വന്നു, പവർ വന്നു. ദസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ ബ്രോട്ട് അണ്ടർ ദ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് സെൻട്രൽ. ഓക്കെ, അവരെ സസ്പെൻഡ് ചെയ്യത്തില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യത്തില്ല. ഇതിൽ കംപ്ലീറ്റ് കൺട്രോൾ ആർക്ക് കിട്ടുകയാണ്, സെൻട്രലിന് കിട്ടുകയാണ്. വെൻ പ്രസിഡന്റ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ സ്റ്റേറ്റ്, ആർട്ടിക്കിൾ 356 അനുസരിച്ച് പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പ്രസിഡന്റ് ക്യാൻ അസ്യൂം ഹിംസെൽഫ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പവർ വെസ്റ്റഡ് ഇൻ ദ ഗവർണർ ഓർ എനി അതർ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ്. പ്രസിഡന്റിന് പവർ കിട്ടുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫങ്ഷൻസിൽ അല്ലെങ്കിൽ അതർ എക്സിക്യൂട്ടീവ് അതോറിറ്റിയിലെ എല്ലാ ഫങ്ഷൻസിനുള്ള പവർ ആർക്ക് കിട്ടുകയാണ്, പ്രസിഡന്റിന് കിട്ടുകയാണ്. ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി സെൻട്രൽ ക്യാൻ ഡയറക്ട് സ്റ്റേറ്റ് ടു ഒബ്സർവ് canons of financial properties and can give other necessary direction including the reduction of salary person serving in the state. ഫിനാൻഷ്യൽ എമർജൻസിന്റെ കേസിൽ ഇതുപോലെ തന്നെ എന്ത് കിട്ടുകയാണ്, നമ്മുടെ സെന്ററിന് പവർ കിട്ടുകയാണ്. ഇപ്പോ ഈ പറയുന്ന സാലറി വെട്ടിച്ചുരുക്കുന്നു, അങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യാം, സെന്ററിന് ഇടപെടാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് കേസ് പറഞ്ഞപ്പോൾ ആർട്ടിക്കിളും കൂടി വായിച്ചു നോക്കി. ഇതൊരു അത്യാവശ്യം നമുക്ക് മടുപ്പ് തോന്നുന്നൊരു പോർഷനാണ് സത്യം പറഞ്ഞാൽ.